സഞ്ജു സാംസൺ എന്ന പേര് ഇന്നൊരു വികാരമാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോഴും തഴയപ്പെടുമ്പോഴും തളരാതെ പുഞ്ചിരിയോടെ ക്രീസിലേക്ക് നടന്നു പോകുന്ന ഒരു പോരാളിയുടെ അടയാളം. ടാലന്റ് കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയപ്പോഴും സഞ്ജുവിന് മുന്നിൽ ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ പലപ്പോഴും കൊട്ടിയടക്കപ്പെട്ടു. ഒരവസരത്തിനായി വർഷങ്ങളോളം കാത്തിരുന്നു. ഒരു മോശം ഇന്നിങ്സ് കളിക്കുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുടെ കൂരമ്പുകൾ, സ്ഥിരതയില്ലാത്തവൻ എന്ന വിളിപ്പേര്. എന്നിട്ടും സഞ്ജു ആരോടും പരാതി പറഞ്ഞില്ല. ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ അയാൾ തൻ്റെ ഊഴത്തിനായി കാത്തിരുന്നു. എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇത്രയേറെ ആരാധകർ? അയാൾ സെഞ്ചുറി അടിക്കുമ്പോൾ മാത്രമല്ല, ഡക്കായി പുറത്താകുമ്പോഴും ആരാധകർ അയാൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. കാരണം സഞ്ജുവിൻ്റെ കളിയിൽ ഒരു ആത്മാവുണ്ട്. സ്വാർത്ഥതയില്ലാത്ത, ടീമിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ശൈലി. വിട്ടുകൊടുക്കാത്ത ആ മനക്കരുത്തിനോടാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രണയം തോന്നിയത്. കാത്തിരിപ്പിനൊടുവിൽ കാലം കാത്തുവച്ച കാവ്യരീതി 2024 സഞ്ജുവിൻ്റെ കരിയറിലെ സുവർണ വർഷമായി മാറി. തുടർച്ചയായ T20 സെഞ്ചുറികളുടെ ലോക റെക്കോർഡുകൾ വഴിമാറി. താഴ്ന്നവർക്ക് മുന്നിൽ, വിമർശിച്ചവർക്ക് മുന്നിൽ സഞ്ജു വിശ്വരൂപം പുറത്തെടുത്തു. പക്ഷേ അതുകൊണ്ടുമായില്ല. വീണ്ടും അവഗണന, ഫോം ഔട്ട്. തളർന്നില്ല, സഞ്ജു തിരിച്ചു വന്നു. ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യയെ സെമിയിലേക്ക് നയിച്ചു. ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ താരം ദിനേഷ് കാർത്തിക് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത്. വിരാടിനും രോഹിത്തിനും ധോണിക്കൊപ്പമാണ് കാർത്തിക് സഞ്ജുവിൻ്റെ പേര് ചേർത്ത് വച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ ഒരു വിസ്മയ കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മനോഹരമായ ഇന്നിങ്സാണ് കളിച്ചത്. ആളുകൾക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ക്രിക്കറ്ററാണ് അദ്ദേഹം. വിരാട്, രോഹിത്, ധോണി എന്നിവർക്കുള്ളതുപോലുള്ള ഒരു ആരാധക വൃന്ദം സഞ്ജുവിനുമുണ്ട്. അദ്ദേഹം സ്വയം പെരുമാറുന്ന രീതിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സഞ്ജുവിൻ്റെ ജീവിതകഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി എന്നതാണ്. അമിതമായ പ്രതീക്ഷകളുടെ ഭാരം ചുമലിലുണ്ടായിട്ടും കൊൽക്കത്തയിൽ അവൻ ചെയ്തത് അത്ഭുതകരമായ കാര്യമാണെന്നും കാർത്തിക് പറയുന്നു. ഓഫ് സ്പിൻ ആക്രമണത്തെ നേരിടാനാണ് സഞ്ജു അവതരിച്ചതെന്നും കാർത്തിക് കൂട്ടിച്ചേർത്തു. അഭിഷേക് ശർമ്മയെ ഓഫ് സ്പിന്നർമാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. പവർ പ്ലേയിൽ ഓഫ് സ്പിന്നർമാരെ നേരിടാൻ ഒരു വലങ്കയൻ ബാറ്ററെ ആവശ്യമായിരുന്നു. അതിന് സഞ്ജു ഏറ്റവും അനുയോജ്യനാണെന്നും കാർത്തിക് പറഞ്ഞു. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ മറികടന്ന് സെമിയിൽ പ്രവേശിച്ചത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 50 പന്തിൽ 97 റൺസോടെ പുറത്താവാതെ നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. സഞ്ജുവിൻ്റെ പ്രകടനം സെമിയിൽ ആവർത്തിക്കപ്പെടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സഞ്ജു വെസ്റ്റ് ഇൻഡീസിനെതിരെ കാഴ്ചവെച്ചത് എല്ലാ താരവും കരിയറിൽ ഒരു വട്ടമെങ്കിലും ആഗ്രഹിക്കുന്ന പ്രകടനമാണ്. ഓപ്പണറായി ഇറങ്ങി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതുവരെ പുറത്താവാതെ നിൽക്കുന്നത് ഒട്ടും എളുപ്പമല്ല. പ്രകടന മികവിനൊപ്പം ഭാഗ്യം കൂടി ഇതിന് തുണക്കേണ്ടതായുണ്ട്. സെമിയിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ കളിച്ചപ്പോൾ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു. ഷോർട്ട് ബോളുകളിൽ വലിയ സ്കോർ നേടാൻ സാധിക്കാതെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണ സെമിയിൽ ഈ വെല്ലുവിളിയെ സഞ്ജു എങ്ങനെ മറികടക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും സഞ്ജുവിൽ ടീമിനിപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടെന്ന് നിസ്സംശയം പറയാം. ഇതിനോട് നീതി കാട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ കരുതാം. സഞ്ജു സാംസൺ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: എത്ര തഴയപ്പെട്ടാലും, എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കുക. കഠിനാധ്വാനം തുടരുക. ഒരു നാൾ ലോകം നിങ്ങൾക്കായി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇത് സഞ്ജു സാംസൺ, മലയാളികളുടെ അഭിമാനം, ക്രിക്കറ്റ് ലോകത്തെ വിസ്മയം.